ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിത് എല്ലാവരും കൂടെ ഫാമിലി ട്രിപ്പ് പോവുകയാണ്. ഫാമിലി ട്രിപ്പ് എവിടെയെന്ന് വെച്ചാൽ മൂന്നാറാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ അതിൻ്റെ തുണികളൊക്കെ എടുത്ത് വെക്കേണ്ട ഒരു തിരക്കിലാണ്. ഇത് എന്തൊക്കെ ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ കുറേ ഇക്കാരത് കിടപ്പുണ്ട്, ഇതേ കട്ടിൽ കുറേ എൻ്റെത് കിടപ്പുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഋതുവിൻ്റെയും മിക്സ് ആയിട്ട് കിടപ്പുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. കുറച്ച് നാളുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്താണ് ഒരു ഫാമിലി ട്രിപ്പ് പോകണമെന്ന്. അപ്പോൾ അത് ഇക്കാടെ വീട്ടുകാരുമായിട്ട് പോകണതാണ് ഇത്, അതായത് അവരുടെ സൈഡിൽ നിന്ന്. അപ്പോൾ അതേ നമ്മൾ രാത്രി ഒരു 8 മണിയായപ്പോഴത്തേക്കും നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു ഹാപ്പി, അതിൻ്റെ ആകാംക്ഷയൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയാവുമെന്ന് അറിയണ്ട, ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഫാമിലി ട്രിപ്പ് പോണത്. എങ്ങനെയാവുന്നൊന്നും അറിയണ്ട. ഫാമിലി ട്രിപ്പ് ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇക്കാടെ സൈഡിൽ നിന്ന്. പണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് പോയതല്ലാതെ ഇപ്പോഴൊന്നും പോയിട്ടില്ല. ഇനി അവിടെ നിന്നും ഒരു ട്രിപ്പ് പോകണം. അപ്പോൾ അതേ വണ്ടി കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ആവേശം ഇപ്പോഴേ കാണുള്ളൂ, അത് ഇനിയും അങ്ങോട്ട് കാണുമെന്നാണ്. കയറിയപ്പോൾ തന്നെ അതേ അടുത്ത സ്നാക്സും തുടങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ കഴിച്ച് അതുപോലെ തന്നെ ഡാൻസ് കളിച്ച് പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അങ്ങനത്തെ കുറച്ച് നേരത്തെ ഡാൻസിനും പാട്ടിനൊക്കെ ശേഷം നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നേ ഫുഡ് വെച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മളിതേ ബിരിയാണിയാണ് വെച്ചോണ്ട് വന്നത്. എങ്ങനെയുണ്ട് ഫുഡ്? അപ്പൊ കുക്ക് ആസിയാണ് കേട്ടോ. ആസിയ അവിടെ. ഇതാണ് കുക്ക് ആസിയ. അങ്ങനത്തെ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ആസിയ വെച്ചത്. അങ്ങനത്തെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഈ അയിനു ആണെങ്കിൽ കൈ കഴുകാൻ നേരത്തെ ഒരു സാധനം കൈ തന്നിട്ടുണ്ടായിരുന്നേ. അതെന്തോന്ന് വെച്ചാൽ ഈ സോപ്പ് അവളിങ്ങനെ അരിഞ്ഞുകൊണ്ട് വന്നതാണ്. പക്ഷേ അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. പിന്നെ നമ്മളിതേ വണ്ടിയിൽ കയറി എല്ലാവരും ഫുഡ് കഴിച്ചപ്പോൾ തന്നെ സൈഡായി. പിന്നെ എല്ലാവരും ഉറങ്ങി എണീച്ചപ്പോൾ തന്നെ നമ്മളിതേ സ്ഥലം എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയും മുമ്പ് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മളിതേ ഒരു കടയിൽ കയറി ചായ കുടിച്ചു. രാവിലെ ആയതുകൊണ്ട് തന്നെ എന്തോ ഒരിതായിരുന്നു. എല്ലാവരെയും മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല ഉറങ്ങി എണീച്ച ഒരു ലുക്കുണ്ട്. പിന്നെ ഞാൻ അതേ കൂടെ ഒരു ബിസ്ക്കറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മളത് നേരെ റൂമിലെത്തി ഫ്രഷൊക്കെ ആയതിന് ശേഷം ബാക്കി സ്ഥലത്തോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. നമുക്ക് ഫ്രഷപ്പ് ആവാൻ വേണ്ടി ഒരു സ്ഥലത്താണ് റൂം കിട്ടിയത്. ഫ്രഷപ്പ് ആയിട്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടി ട്രാവൽ ചെയ്തിട്ട് വേണം അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ ഇതാണ് കേട്ടോ അടുത്ത എൻ്റെ കോസ്റ്റ്യൂമും എൻ്റെ ലുക്കും എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് അടുത്ത് വണ്ടിയിൽ കയറിയപ്പോഴത്തേനും എൻ്റെ അടുത്ത് നമുക്ക് ഈ മിച്ചർ മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേനും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പാക്കേജ് എടുത്താണ് പോയത്. അപ്പോൾ അതേ പാക്കേജിലുള്ള സ്ഥലത്ത് നമ്മൾ പോയി ഫുഡ് കഴിച്ചു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും പൊറോട്ടയും അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, പൊറോട്ടയാണ് എടുത്തത്. എനിക്ക് പൊറോട്ട കുറച്ച് ഇഷ്ടമാണ്. അങ്ങനെ അതും എടുത്തപ്പോൾ ചായയും കിട്ടി. പിന്നെ നമ്മളത് ഫുഡ് കഴിച്ചു. എവിടെയെങ്കിലും പോണ ദിവസം ഒന്നും കഴിക്കില്ല. അതേ കണ്ടില്ലേ ഫുഡ് ഇട്ട് അടിച്ചടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് പുറത്തിറങ്ങിയാൽ ഒരു ഫുഡും കഴിക്കില്ല, ചുമ്മാ വെറുതെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. അതാണ് അവൻ്റെ എപ്പോഴത്തെയും ജോലി. പുറത്ത് പോണ ദിവസങ്ങളിൽ ഇവനെ ഫുഡ് കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഞാൻ കിട്ടിയത് കഴിച്ചിട്ട് ഞാനിരുന്നു. എന്നിട്ട് നമ്മൾ റൂമിലോട്ട് പോകണ വഴിക്ക് നമ്മൾ കുറച്ചൊരു കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതോ ഒരു പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് അവിടെ ഇറങ്ങി. നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയൊന്നുമില്ല, ഇതെന്തോ പാസ് എടുത്ത് പോകേണ്ട സ്ഥലമാണ്. കാരണം അവിടെ കാണാനൊന്നുമില്ല, കുറേ വെയിൽ കൊള്ളാമെന്നുള്ള അല്ലാതെ അവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളാരും ടിക്കറ്റ് എടുത്തില്ല. നമ്മളവിടെ നിന്ന് ഈ ചോളവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും നമുക്കത് അടുത്ത് ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ വിളി വന്നു. അങ്ങനെ ഫുഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ഹോട്ടലിൽ പോയി. നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, കാരണം അത്ര തിരക്കാണ്ട് തന്നെ നമ്മളിത് എല്ലാവർക്കും പാഴ്സൽ വാങ്ങിച്ച് പോയ വഴിയിലിരുന്നാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ നല്ല മഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണിയും അതിനെക്കാട്ടിയും നല്ല ഊണുമായിരുന്നു.
ചിക്കൻ ബിരിയാണിയും ഊണിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഒരു പടി മുന്നിൽ ഊണാണ് നിന്നത്. കാരണം സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോഴത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ ഫുഡും കഴിച്ച് കുറച്ച് യാത്ര കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ റിസോർട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പറക്കാട്ട് എന്നാണ് പറയുന്നതെന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. നമ്മളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സീരിയസ്ലി നല്ല റിസോർട്ടായിരുന്നു. നമ്മളവരെ നല്ല രീതിയിലാണ് നമ്മളവർ വെൽക്കം ചെയ്തത്. അതുപോലെ തന്നെ അതേ ഒരു മാലയൊക്കെ ഇട്ടായിരുന്നു വെൽക്കമിങ്. അത് കഴിഞ്ഞ് നമുക്കതേ അവരൊരു വെൽക്കം ഡ്രിങ്കും തന്നിട്ടുണ്ടായിരുന്നേ. അതിനൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്വീറ്റും അങ്ങനെ എന്തോ ഒരു മിക്സഡ് ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കുടിച്ചില്ല, ബാക്കി എല്ലാവരും കുടിച്ചു. ഹലോ ഗൈസ്, ചുമ്മാ ആസ്തി ഇതിൽ ഇഷ്ടമുള്ള പറഞ്ഞാൽ വാങ്ങിച്ചു തരാം. ഈ കൂട്ടത്തിലൊരെണ്ണം ഇല്ലെങ്കിൽ ഇതിന് സെറ്റ് ആണ്. ഓ, മമ്മിയുടെ കൈ കിടക്കും പോലത്തെ. ഓക്കെ ഓക്കെ. എൻ്റെ പൊന്ന് ഗൈസ്, അവിടുത്തെ വ്യൂ സീരിയസ്ലി ഒരു രക്ഷയില്ല. നമ്മൾ പോയ ക്ലൈമറ്റും സൂപ്പറായിരുന്നു, അതുപോലെ തന്നെ അതെ അവിടുത്തെ വ്യൂവും സൂപ്പറായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല മഞ്ഞായിരുന്നു. എനിക്ക് തണുപ്പൊട്ടും പറ്റാത്ത ഒരാളാണ്, പക്ഷേ ആ തണുപ്പ് തന്നെ എന്ത് സുഖമായിരുന്നു അറിയാമോ. അവിടെ ഒരു ജ്വല്ലറി ഒക്കെ ഉണ്ടായിരുന്നു പറക്കാട്ടിൻ്റെ തന്നെ. അതൊന്നും ഞാൻ വാങ്ങാൻ നിന്നില്ല. പിന്നെ നമ്മളിതേ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് പൂളിലോട്ട് ഇറങ്ങി. കാരണം 7 മണി വരെ പൂൾ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ രാത്രിയത്തുള്ള ഭക്ഷണം കഴിക്കാനായിട്ടാണ് പോകുന്നത്. രാത്രിയത്തുള്ള ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ റൂമിൽ അവർ കൊണ്ടുത്തരും, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ പോയി എന്തൊക്കെ ഉണ്ട് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. പക്ഷേ ഇവിടെ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാക്കേജിൽ കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് അത് തന്നെ കഴിച്ചു. ബാക്കി ഇല്ലാത്തവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ പോയി കുറച്ച് ഫുഡ് അങ്ങ് ഓർഡർ ചെയ്തു. ഇവരല്ലാതെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ അവിടുത്തെ മെനു പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട കൊഞ്ച് ഫ്രൈ അത് ഇത് എല്ലാം അങ്ങ് നോക്കാതെ ഓർഡർ ചെയ്തു. അപ്പം നമ്മുടെ പാക്കേജിനെ കട്ടിങ് റേറ്റ് ഫുഡിനായി ഗൈസ്. അങ്ങനെ ഏകദേശം പറഞ്ഞാൽ ഒരു 7000 രൂപയുടെ ഫുഡാണ് നമ്മൾ ഒരു 3-4 പേര് ചേർന്ന് കഴിച്ച. 3-4 ഒരു 5-6 പേര് ചേർന്ന് കഴിച്ച. പക്ഷേ നമുക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മളങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ, നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തില്ല. അവസാനം നമ്മൾ ഫുഡ് എടുക്കുകയും ചെയ്തു. പിന്നെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്തോളം ഓക്കെ നമ്മളത് കഴിക്കുക എന്നുള്ളതായി. പക്ഷേ അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് അവരുടെ ഫ്രീ കോംപ്ലിമെൻ്റ് ആയിരുന്നു ഫുഡ്. നമ്മൾ അതിലെല്ലാവരും അങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ വിഷമം അങ്ങ് തീർത്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. ഞാനൊക്കെ കണ്ട എന്തൊക്കെയോ ഫുഡുകൾ എടുത്തു. പക്ഷേ അവസാനം ഇതൊന്നും വേസ്റ്റാക്കി കളയാനും പറ്റില്ല. ഇതൊക്കെ കഴിക്കുകയും വേണം അവസ്ഥയായിപ്പോയി. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്കാണ്. അതിന് നമ്മൾ വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഈ ചായയിൽ പഞ്ചസാര ഇട്ടിട്ട് അത് കലക്കാനുള്ള സ്പൂണൊന്നും കിട്ടാത്തതുകൊണ്ട് അവിടെ കിടന്ന ആ സാധനമൊക്കെ എടുത്ത് വെച്ച് കലക്കാണെങ്കിൽ കുടിച്ചാൽ രാവിലെ ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം അതൊരു വേറെ ഫീല് തന്നെയാണ്. എനിക്കിഷ്ടമില്ല. അവിടുത്തെ ഫുഡെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്ര നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. റിസോർട്ടും ഫുഡും അവിടുത്തെ ആംബിയൻസും ക്ലൈമറ്റും സീരിയസ്ലി എല്ലാം നല്ല രസമായിരുന്നു. ആ പറക്കാട്ട് റിസോർട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറി. ഞാൻ ന്യൂഡിൽസ്, ദോശ, ഓംപ്ലേറ്റ് എന്തൊക്കെയാണ് എടുത്തതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ ഈ മിൽക്ക് ഷേക്ക്, സ്വീറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. എന്തൊക്കെയോ പറ്റണത് എടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് എല്ലാവരും സഹായിക്കാനുണ്ടായിരുന്നു. ആദ്യം കഴിച്ചവരെല്ലാവരും ഇത്താമാരൊക്കെ പോയി ഇതേ ഫുഡ് ഓരോന്നായിട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ദോശയൊക്കെ കഴിച്ചാലാണ് വയറിനൊന്ന് സമാധാനമാണത്. അതുകൊണ്ട് ഞാൻ കഴിച്ചത് ഈ ഗീ റോസ്റ്റും അതുപോലെ തന്നെ ഓംപ്ലേറ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് ന്യൂഡിൽസും കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേനും അടുത്ത പ്ലേറ്റ് വന്നു. അല്ലല്ല, ആരും തെറ്റിദ്ധരിക്കണ്ട, ഇതെൻ്റെ പ്ലേറ്റ് അല്ല, ഇത് ആസിയയുടെയൊക്കെ പ്ലേറ്റാണ്. അപ്പോൾ എൻ്റെ ഇതേ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഐറ്റം വന്നത് കുറച്ച് കട്ട് ഫ്രൂട്ട്സും സാലഡുമാണ്. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ കഴിച്ചിട്ട് ഞാൻ അടുത്തൊന്ന് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ ഓരോരോ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് തന്നതാണ്. എൻ്റെ പൊന്നു മക്കളെ എന്തൊക്കെയാണെന്നൊന്നും ഇതെനിക്കറിയില്ല കേട്ടോ. ഞാൻ
അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് അടിയെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് ഇടാമേ.